ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ USSന്റെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാതൃസസ്യത്തിൻ്റെ കൊമ്പുകളിൽ വേരുകൾ മുളപ്പിച്ച് അതിൽ നിന്ന് പുതിയ സസ്യം ഉൽപ്പാദിപ്പിക്കുന്ന രീതി. പതിവയ്ക്കൽ, കൊമ്പൊട്ടിക്കൽ, മുകുളമൊട്ടിക്കൽ, വർഗസങ്കരണം. മാതൃസസ്യത്തിൻ്റെ കൊമ്പുകളിൽ വേര് മുളപ്പിച്ച് അതിൽ നിന്നും പുതിയ സസ്യം ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ. ആൻസർ പതിവയ്ക്കൽ. നമുക്ക് എന്താണെന്ന് നോക്കാം ഇംഗ്ലീഷിൽ. പ്രാക്ടീസ് ഓഫ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്ലെറ്റ്സ് ബൈ കട്ടിംഗ് ആൻഡ് പ്ലാന്റിംഗ് ദ സ്റ്റെം ഓഫ് എ മദർ പ്ലാന്റ് ആഫ്റ്റർ ജനറേറ്റിംഗ് റൂട്ട്സ് ഫ്രം ഇറ്റ്. ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, ഹൈബ്രിഡൈസേഷൻ. എന്താണ് ആൻസർ? ലെയറിംഗ് ആണ് പതിവയ്ക്കൽ അല്ലെങ്കിൽ ലെയറിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സസ്യത്തിൻ്റെ ഒരേ പ്രായത്തിലുള്ള ആയിരക്കണക്കിന് തൈകൾ ഉണ്ടാകാൻ സഹായകരമായ രീതി. ഒരു സസ്യത്തിൻ്റെ ഒരേ പ്രായത്തിലുള്ള ആയിരക്കണക്കിന് തൈകൾ ഉണ്ടാകാൻ സഹായകരമായ രീതി ഏതാണ്? ബഡ്ഡിംഗ്, ടിഷ്യൂ കൾച്ചർ, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ്. എന്താണ് കറക്റ്റ് ആൻസർ? ഒരു സസ്യത്തിൻ്റെ ഒരേ പ്രായത്തിലുള്ള ആയിരക്കണക്കിന് തൈകൾ ഉണ്ടാകാൻ സഹായകരമായ രീതിയാണ് ടിഷ്യൂ കൾച്ചർ. ആൻസർ ടിഷ്യൂ കൾച്ചർ. A technique in which fragments of plants are cultured and grown. Budding, tissue culture, grafting, layering. കറക്റ്റ് ആൻസർ ടിഷ്യൂ കൾച്ചർ എന്നാണ്. ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നത്. ഒരു കൃഷി ചെയ്തതിന് ശേഷം കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നതാണ് കൊമ്പൊട്ടിക്കൽ, വിളപര്യയം, മുകുളമൊട്ടിക്കൽ, പതിവയ്ക്കൽ. എന്താണ് ആൻസർ? വിളപര്യമാണ്. ഒരു കൃഷിക്ക് ശേഷം അതേ സാധനം തന്നെ കൃഷി ചെയ്യാതെ വേറെ വേറെ വിത്തുകൾ പ്രൊഡ്യൂസ് ചെയ്യാം. ഡാഷ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ഗ്രോയിങ് ഡിഫറെൻറ്റ് ക്രോപ്സ് ഇൻ ദ സെയിം ഏരിയ ഓവർ മൾട്ടിപ്പിൾ ഗ്രോയിങ് സീസൺ. ആൻസർ എന്താണ്? ക്രോപ്പ് റൊട്ടേഷൻ അല്ലെങ്കിൽ വിളപര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? അമേരിക്ക, ജപ്പാൻ, ശ്രീലങ്ക, ഇന്ത്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ജൂട്ട് പ്രൊഡ്യൂസിങ് കൺട്രി ഇൻ ദ വേൾഡ്? ആൻസർ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം, പശ്ചിമ ബംഗാൾ, ആസാം, മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. വിച്ച് സ്റ്റേറ്റ് ഈസ് ദി ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് പാഡി ഇൻ ഇന്ത്യ? വെസ്റ്റ് ബംഗാൾ. കറക്റ്റ് ആൻസർ വെസ്റ്റ് ബംഗാൾ. പട്ടുനൂൽ പുഴു വളർത്തൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? എപ്പിക്കൾച്ചർ, ക്യൂണിക്കൾച്ചർ, സെറിക്കൾച്ചർ, ഹോർട്ടിക്കൾച്ചർ. എപ്പിക്കൾച്ചർ എന്താണ്? തേനീച്ച വളർത്തലാണ് എപ്പിക്കൾച്ചർ അല്ലേ? ക്യൂണിക്കൾച്ചർ മുയൽ വളർത്തൽ. സെറിക്കൾച്ചർ ആണ് എന്ത്? പട്ടുനൂൽ പുഴു വളർത്തൽ. ഹോർട്ടിക്കൾച്ചർ പഴങ്ങളും പച്ചക്കറിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പട്ടുനൂൽ പുഴു വളർത്തൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സെറിക്കൾച്ചർ. കൾട്ടിവേഷൻ ഓഫ് സിൽക്ക് വേംസ് ടു പ്രൊഡ്യൂസ് സിൽക്ക് ഈസ് കോൾഡ് സെറിക്കൾച്ചർ. ഒരു പൂച്ചെടിയിൽ പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്നതിന് പ്രയോജനപ്പെടുത്താവുന്ന രീതി. കായിക പ്രജനനം, കൊമ്പൊട്ടിക്കൽ, പതിവയ്ക്കൽ, മുകുളമൊട്ടിക്കൽ. ഒരു പൂച്ചെടിയിൽ പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്നതിന് പ്രയോജനപ്പെടുത്താവുന്ന രീതിയാണ് മുകുളമൊട്ടിക്കൽ. ദി മെത്തേഡ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് കളേർഡ് ഫ്ലവേഴ്സ് ഇൻ എ ഫ്ലവറിംഗ് പ്ലാന്റ് ഈസ് കോൾഡ് ബഡ്ഡിംഗ്. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ തുടങ്ങിയവ ഏതിനം ചെടിയുടെ സങ്കരവർഗ്ഗങ്ങളാണ്? തെങ്ങ്, നെല്ല്, കുരുമുളക്, മുളക്. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ തുടങ്ങിയവ തെങ്ങിൻ്റെ സങ്കര ഇനങ്ങളാണ്. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ ആർ ഹൈബ്രിഡ് ഓഫ് വിച്ച് ക്രോപ്പ്? കോക്കനട്ട്. ഇന്ത്യയിൽ അടുത്ത കാലത്ത് ഏറെ പ്രചാരം നേടിയ ആശയമാണ് സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ്.
ZVNF ഇത് ആരുടെ ആശയമാണ്? സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ്. സുഭാഷ് പലേക്കർ, ചാൾസ് ഡാർവിൻ, നോർമൻ ഇ ബോർലോഗ്, ഫുക്കുവോക്ക. ZVNF ആരുടേതാണ്? സുഭാഷ് പലേക്കർ ആണ് കറക്റ്റ് ആൻസർ. സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് ഹാസ് ഗെയിൻഡ് പോപ്പുലാരിറ്റി ഇൻ ഇന്ത്യ ഇൻ റീസെന്റ് ടൈം. ഹൂസ് ഐഡിയ ഈസ് ഇറ്റ്? സുഭാഷ് പലേക്കർ. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതി. ഹൈഡ്രോപോണിക്സ്, എപ്പികൾച്ചർ, സെറികൾച്ചർ, ടിഷ്യൂ കൾച്ചർ. ആൻസർ എന്താണ്? ഹൈഡ്രോപോണിക്സ്. മെത്തേഡ് ഓഫ് ഗ്രോയിങ് പ്ലാന്റ്സ് വിത്തൗട്ട് വാട്ടർ. ഹൈഡ്രോപോണിക്സ്. നേരത്തെ പറഞ്ഞ സെറികൾച്ചർ പട്ടുനൂൽപ്പുഴു വളർത്തൽ, എപ്പികൾച്ചർ തേനീച്ച വളർത്തൽ, നമ്മൾ ടിഷ്യൂ കൾച്ചർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കറക്റ്റ് ആൻസർ ഹൈഡ്രോപോണിക്സ്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.